കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 14/9/2025 എന്ന വിശുദ്ധ സഭായോഗം ഭവനാന്തരീക്ഷത്തിൽ വീട്ടിലെ സഭ എന്ന നിലയിൽ, ഹൗസ് ചർച്ച് എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, ദൈവവചനത്തിലൂടെ നമ്മോട് ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ അത് ആത്മാവിൽ തന്നെ പ്രഘോഷിക്കപ്പെടുവാൻ സ്തോത്രം. ഒരിക്കലും അത് മാനുഷികമായ നിലയിൽ ആകാൻ പാടില്ല. ദൈവവചനം ദൈവാത്മാവിൽ ദൈവഹിതപ്രകാരം ശുശ്രൂഷിക്കപ്പെടുവാൻ ഇടയായി തീരണം. അങ്ങനെയുള്ള ശുശ്രൂഷകൾ വളരെ പരിമിതമാണ്. ദൈവവചനം കേൾക്കുന്നതിന് പോലും വ്യവസ്ഥയുണ്ടെന്നുള്ളത് നമ്മൾ എത്ര പേരെ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നുവെന്ന് 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൽ പഠിക്കും. കർത്താവ് പഠിപ്പിച്ച ഉപമയിൽ ഒരുക്കപ്പെട്ട നിലം പോലെ ദൈവവചനം ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കണം. ഹൃദയ പരിച്ഛേദനയോടെ ദൈവവചനം സ്വീകരിക്കണം. സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് പ്രസംഗിച്ച വചനങ്ങൾ ഏറ്റെടുക്കുവാൻ യഹൂദ ജാതിക്ക് കഴിഞ്ഞില്ല. കാരണം ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരെ എന്ന് താൻ അവിടെ തൻ്റെ പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ തൻ്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്? ഹൃദയ പരിച്ഛേദനയോടെ, ചെവിയുടെ പരിച്ഛേദനയോടെ. ഇതൊക്കെ ഇന്നത്തെ ആത്മീയ ഗോളം മറന്നു കിടക്കുന്ന വാക്യങ്ങളാണ്. പ്രസംഗം എന്നുള്ളത് ഒരുവൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനം എന്ന നിലയിൽ സൂക്ഷിക്കുക. വചനം ഏറ്റെടുക്കേണ്ടത് ഒരുക്കപ്പെട്ട നിലം പോലെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ട് അനുകാരികളായി മാറുക. ഇതൊക്കെയാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. ഇതെല്ലാം ഇന്നത്തെ ക്രൈസ്തവ സമൂഹം കാറ്റിൽ പറത്തി എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി 3-3.5 മണിക്കൂർ സമയം ചെലവഴിച്ച് പാസ്റ്റർ ക്യാപ്റ്റൻ ഷംബോല് പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് കൂടിവരവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ചില സ്ഥലത്ത് വലിയ അടിയൊക്കെ നടക്കും, വഴക്കും വക്കാണവും, സ്തോത്രം, ലഹളകൾ നടക്കുന്നു. നമ്മൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. ലോക മനുഷ്യർ പോലീസ് അവരെ തല്ലുന്നു, അവർ പോലീസിനെ തല്ലുന്നു, ലാത്തി ചാർജും തിരിച്ചടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതവിടെ നടക്കട്ടെ, ലോകത്തിലുള്ള മനുഷ്യരുടെ കാര്യമാണ്. എന്നാൽ ആത്മീകരെന്ന് പറയുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരും ലോകമനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം, നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം വളരെ അപകടകരമായൊരു കാലഘട്ടം. അമേരിക്കയിൽ ട്രംപിൻ്റെ അനുയായിയായ ഒരു വാത്സല്യ സഹോദരനെ വെടിവെച്ചു കൊന്ന ചരിത്രം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചികഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില അഭിപ്രായങ്ങൾ വന്നത് വചനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ടും അത് പറയാൻ താല്പര്യപ്പെടുന്നു. സ്വവർഗാനുരാഗികളെയും സ്വവർഗരാഗികളെയൊക്കെ എതിർക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. ആണും പെണ്ണും, പെണ്ണും ആണും, പിന്നെ ഇങ്ങനെയുള്ള സെക്സിനെ ശക്തമായി എതിർക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. ഒരു സുവിശേഷ പ്രാസംഗികൻ കൂടിയാണ് എന്നാണ് കേൾവിപ്പെടുന്നത്. സ്തോത്രം. അത് ഇവരെല്ലാം തികഞ്ഞ ശുശ്രൂഷകന്മാരാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എനിവേ, മോറലായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളെ ശക്തമായി എതിർക്കുന്ന കൂട്ടർ ലോകത്തുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിശയം തോന്നും. അവരുടെ രാജ്യം തന്നെ അതിന് ഏറ്റവും വലിയ ഓശാന പാടുന്ന ഒരു രാജ്യമാണ്. എന്തിനു പറയുന്നു? യഹൂദന്മാരുടെ ഇടയിൽ പോലും റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെ പറയുന്ന വേദഭാഗങ്ങളിലെ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും
എല്ലായിടത്തും ഈ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തെ കൊന്നത് ആ ആശയത്തെ എതിർക്കുന്ന ഒരു പ്രാസംഗികനായതുകൊണ്ടാണെന്നൊരു വാദം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ എന്തുവാകട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഒരു കാര്യം മനസ്സിലാക്കിയോ, സത്യം വിളിച്ചു പറയുന്നവനെ കൊല്ലുന്ന ഒരു ലോകമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കും. ഗലാത്യർ 4:16 ഇപ്പോൾ ഇവിടെ വായിക്കും. ഗലാത്യർ 4:16. സ്തോത്രം സ്തോത്രം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം എടുത്തൊരു വായിച്ചാട്ട്. സത്യം പറകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായപ്പോൾ. ആരോട് പറയുന്നു? പൗലൂസ് ഗലാത്യ സഭയോട് പറയും. ഗലാത്യ ദേശത്ത് ചെന്ന് നിർമ്മലമായ സത്യസുവിശേഷം പ്രസംഗിച്ച് ഗലാത്യയിലുള്ള ഒരു കൂട്ടം ജനം രക്ഷാനുഭവത്തിലേക്ക് നടത്തപ്പെട്ട് ആ സഭയാണ് ഗലാത്യ സഭ. കൊരിന്ത് പട്ടണത്തിൽ പോയി പ്രസംഗിച്ച് ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ കൊരിന്ത് സഭ സ്ഥാപിച്ചു. റോമാ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ആ ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ടു, റോമാ സഭ. അങ്ങനെ തെസ്സലോനിക്ക, എഫേസ്യ, ഗലാത്യ, തെസ്സലോനിക്ക, അങ്ങനെ സഭകൾ, റോമ, കൊലോസ്യർ, എഫേസ്യർ. അപ്പം അങ്ങനെ സഭ ഓരോ ദേശത്ത് പോയി പ്രസംഗിച്ച് ആ ദേശത്തുള്ള കൂടിവരവുകളെ ആ ദേശത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടും. വേദപുസ്തകത്തിൽ കാണുന്ന രീതി അതാ. ഇന്ന് കാണുന്ന ഒന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മൗനമേ പറയാനുള്ളൂ. സഭകളുടെ പേരും സഭകളുടെ പോക്കും ഒക്കെ നമുക്കറിയത്തില്ല. വചനവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് വേണം തന്നെ പഠിക്കാൻ. എന്നാൽ ആ ഗലാത്യ ദേശത്ത് ഉള്ള ജനത്തെ ദൈവവചനം പഠിപ്പിച്ച ഒരു സഭയായി കൂടി വന്ന് ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ഗലാത്യ ലേഖനത്തിൻ്റെ ആകത്തുക ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ആ വിഷയമാണ്. ആ സ്വാതന്ത്ര്യം എന്നുള്ളത് ന്യായപ്രമാണത്തിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. ഗലാത്യർ 5 ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. കുഞ്ഞെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഗലാത്യർ 5:1-2 വാക്യം വായിച്ചാട്ടെ. ഗലാത്യർ 5:1-2 വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകെയാൽ അതിൽ ഉറച്ചു നിൽക്കുക. ആ അടിമനുഖത്തിൽ പിന്നെയും കൂടി ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് ദൈവവചനം പ്രസംഗിച്ചവരെ വിടുവിച്ചെടുത്ത് ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന് വചനം പ്രസംഗിച്ചവരെ നടത്തി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായി ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിച്ച് അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതെ ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നും പറഞ്ഞ ചില യഹൂദ ക്രിസ്ത്യാനികൾ വന്ന് നമ്മൾ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ന്യായപ്രമാണം കൂടെ ആചരിക്കണം, അനുസരിക്കണമെന്ന് പൗലൂസിന് ഗലാത്യ സഭയെ ശക്തമായി അവരെ പഠിപ്പിച്ചപ്പോൾ പൗലൂസ് അവരോട് എതിർത്ത് നിന്ന് സംഭവം ഗലാത്യ ലേഖനത്തിൽ കാണാൻ കഴിയും. അതാണ് ആ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണത്തിൽ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുമെന്ന് സാരം. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു. പരിച്ഛേദന ഏൽക്കുന്നവൻ ക്രിസ്തുവിൽ നിന്ന് വേറുപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പൗലൂസ് ഗലാത്യർ 5:1-2-3-4 വാക്യങ്ങളിൽ ശക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഗലാത്യർ 3:1 സ്തോത്രം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാ. എന്താണ് അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ പ്രസംഗിച്ച് അതിലൂടെ രക്ഷയിലേക്ക് നടത്തിയ നിങ്ങളെ ആര് ശുദ്രം ചെയ്ത് മയക്കി? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് ആര് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയി?
പ്രവൃത്തി പുസ്തകം 21-ാമത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ന്യായപ്രമാണ തൽപരരായി അനേകർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടായി പോകുന്നത്? അപകടത്തിലേക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ന്യായപ്രമാണവും പുതിയ നിയമവും ക്രിസ്തുവിൻ്റെ പ്രമാണവും മോശക പ്രമാണവും എന്നുള്ളതൊക്കെ എടുത്ത് നമ്മൾ കുലംകുഷമായി പഠിച്ചെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വതം അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായമാണ്. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അത് പഠിക്കാനായിട്ടുള്ള നമ്മൾ തീരുമാനിച്ചതിൻ്റെ കാരണം ഞാൻ മുൻപ് പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ ഒരു ലേഖനം, ഒരു കത്ത് ഒരാൾക്ക് എഴുതുമ്പോൾ, ഒരു ഭാര്യ ഒരു ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ അപ്പം മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് എഴുതുമ്പോൾ 2-3 പേപ്പറും നിറച്ച് എഴുതുന്ന കത്ത് ഒരു പേപ്പറോ 2 പേപ്പറോ വായിച്ചിട്ട് വലിച്ചെറിഞ്ഞ് ആരും കളയില്ല. അത് മുഴുവൻ വായിക്കുമ്പോഴേ ആ എഴുതിയ വ്യക്തി ആർക്കാണ് എഴുതിയത്, ആ വ്യക്തിയോടുള്ള സന്ദേശം പൂർണ്ണമാകുന്നുള്ളൂ. അതുപോലെ പുതിയ നിയമസഭയ്ക്ക് ആത്മാവിൽ നിറഞ്ഞെഴുതിയ ഈ ലേഖനങ്ങൾ, പുതിയ നിയമസഭയുടെ കൽപ്പനകൾ, ഉപദേശങ്ങൾ, നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37. അതറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്ന് 38-ാം വാക്യം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരർത്ഥമാണ്. അപ്പോൾ ഈ ലേഖനങ്ങൾ ദൈവകൽപ്പനകളാണ്. ആ നിലയിൽ സഭയെ പഠിപ്പിച്ചെടുക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു വാക്യം കോർത്തെടുത്ത്, ലേഖനങ്ങളിൽ നിന്നൊരു വാക്യം കോർത്തെടുത്ത്, സുവിശേഷത്തിൽ നിന്നൊരു വാക്യം എടുത്ത് എല്ലാം കൂടി കോർത്തൊരു മാലയുണ്ടാക്കി ഒരു പ്രസംഗം നടത്തിയാൽ അതിൽ വിഷയങ്ങളൊന്നും ശരിയായി വരത്തില്ല. ഒരു ലേഖനം പഠിക്കുമ്പോൾ അത് മുഴുവൻ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ കരുതിയത് ഈ ഒരു ലേഖനമെങ്കിലും കുറഞ്ഞ പക്ഷം മുഴുവനായിട്ട് നമ്മളൊന്ന് വായിച്ച് ധ്യാനിച്ച് പഠിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. ചെറിയൊരളവിൽ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ. അപ്പോൾ ലേഖനം 1 മുതൽ 5 വരെ, 6 വരെ, 8 വരെ, 10 വരെ, 16 വരെയൊക്കെ ആ അധ്യായങ്ങളടങ്ങിയ ലേഖനങ്ങളുണ്ട്. അത് മുഴുവൻ വായിച്ച് പഠിപ്പിക്കണം, സഭയെ വായിച്ച് പഠിപ്പിക്കണം. അതിലെ മുഴുവൻ സബ്ജക്റ്റ് ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. എന്നാലേ ദൈവാലോചന കിട്ടത്തുള്ളൂ. പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നു, എഴുതി തന്നു, അറിയിച്ചു തന്നു, ലേഖനങ്ങളിലൂടെ സംസാരിച്ചു തന്നു പൗലോസ്. പത്രോസ് പ്രവൃത്തി പുസ്തകത്തിലൂടെ അത് നമുക്ക് പറഞ്ഞു തന്നു, പ്രസംഗിച്ചു തന്നു. ലേഖനം, റോമാലേഖനം, യൂദയുടെ ലേഖനം വരെ ലേഖനങ്ങളിലൂടെ അത് എഴുതി തന്നു, എഴുത്തുകളായിട്ട് എഴുതി തന്നു. ഒരു സാധാരണ കത്താണെന്ന് പറഞ്ഞെടുത്ത് വലിച്ചെറിഞ്ഞ് കളയാതെ ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ ശക്തമായ പുതിയ നിയമ പ്രമാണങ്ങളാണ്, ഉപദേശങ്ങളാണെന്നുള്ള ഗൗരവത്തോടെ ഈ വചനം പഠിപ്പിച്ചില്ലെങ്കിൽ ദൈവസഭ തകർന്ന് തരിപ്പണമായി പോകും. ഇപ്പം തന്നെ തകർന്ന് കിടക്കുക. പിന്നെ ലേഖനം പ്രസംഗിക്കുമ്പോൾ ഒരു പ്രത്യേകത, ജീവിച്ച് വേണം പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പിശാച് അടിച്ച് പൊളിച്ചു കളയും. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ. കാരണം ഇത് ശരിയായ റിയൽ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ഇത് ചുമ്മാ എടുത്ത് അങ്ങോട്ട് പ്രസംഗിക്കാനൊന്നും ആർക്കും കഴിയത്തില്ല. ഒന്നിൽ ജീവിക്കണം. തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച്, പരാജയങ്ങളെ സംബന്ധിച്ച് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വേണം ഇത് പ്രസംഗിക്കാൻ. ഇല്ലെങ്കിൽ ഇത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും ഇത് വിട്ടുകളഞ്ഞത്. സീനിയർ പാസ്റ്ററായ IPCയിലെ ഒരു പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് സങ്കീർത്തന വായന ഇന്ന് സഭകളിൽ നടമാടുന്നു, നിലനിൽക്കുന്നു, എന്തുകൊണ്ട് ലേഖനം പഠിപ്പിക്കുന്നില്ല? അദ്ദേഹം ലേഖനമാണ് ദൈവസഭയുടെ ഉപദേശം എന്ന് അംഗീകരിക്കുന്ന ഒരു പാസ്റ്ററാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഈ സംഘടനയുടെ റാക്കറ്റിൽ അവർ കുടുങ്ങിക്കിടക്കുക. പുറത്തേക്ക് വരാൻ അവർ കഴിയുന്നില്ല. പുറത്തേക്ക് വരാതെ അവർക്ക് വചന വെളിപ്പാട് കിട്ടത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സങ്കീർത്തനം വായിക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് വായിച്ച് വിട്ടാൽ മതി, ഒരു പാട്ട് പോലെ പാടി വിട്ടാൽ മതി. ലേഖനം വായിക്കണമെങ്കിൽ അത് പ്രസംഗിക്കണം, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിൽക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം, അതിൽ വിട്ട് പോകരുത്. സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പ്രസംഗിക്കണമെങ്കിൽ ദൈവമാക്കി വയ്ക്കണം, പ്രാഗൽഭ്യം വേണം, കർത്താവ് കൽപ്പിച്ച് നമ്മളെ ആക്കണം. സ്തോത്രം. നേരെ ചൊവ്വേ ജീവിച്ച് മാത്രമേ ഇത് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റുകയില്ല എന്ന് വളരെ വ്യക്തമായി കൃത്യമായി ഞാനത് മനസ്സിലാക്കി. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
ഈ ന്യായപ്രമാണത്തിലെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, ഈ കഥകളൊക്കെ പറഞ്ഞു പോകാൻ സമയം ഒത്തിരി ഉണ്ട്. അതങ്ങനെ പറഞ്ഞു പോകാൻ ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. തിമോഥെയോസ് പറയുന്നു, കർണരസമാകുമാറ്. കർണരസം എന്ന് പറഞ്ഞാൽ എന്താ? ചെവിക്ക് രസം, ചെവിക്ക് സുഖം, ചെവിക്ക് ഇൻപം, കേൾക്കാൻ സുഖം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ അത് സഹിക്കില്ല. അയ്യോ, ദൈവം വിശുദ്ധനായിരിക്കുന്നുള്ളൂ, നമ്മളും വിശുദ്ധരായിരിക്കണം എന്ന് പറയുമ്പോൾ അത് സഹിക്കും, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കുന്നു, വിടിവിക്കുന്നു, ഭൗതികമായ നന്മകൾ തരുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. നേരെ ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ട്. അത് തന്നെയാണ് യേശുവിൻ്റെ പുറകെ വന്ന 500 ശിഷ്യന്മാർക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സംഭവിച്ചത്. അപ്പം തിന്നാൻ വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി പുറകെ വന്നവരോട് ഉപദേശം പറഞ്ഞപ്പോൾ ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് സഹിക്കാൻ കഴിയും? അയ്യോ, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ സഹിക്കാൻ കഴിയുന്നത്? ഇന്നലെ 5 അപ്പത്തെ വാഴ്ത്തി നുറുക്കി കിട്ടിയില്ല, അത് വല്ലതും ഇരിപ്പുണ്ട് ഇവിടെ കൊട്ടയിൽ, അതുണ്ടെങ്കിൽ ഞങ്ങൾ തിന്നോളാം. അത് തന്നെ ഇന്ന് നടക്കുന്നു. സഭയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ബിരിയാണി, പപ്പടം, പഴം, പായസം കൂട്ടിയുള്ള തിരുമൊക്കെ ഇന്ന് സ്ഥലത്ത് നടക്കുന്നു. തിന്നാൻ ആൾ കൂടുന്നുണ്ട്. എനിക്കറിയാം, ചേർത്തുള്ള റൂട്ടിൽ സഭയും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഓരോ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോയിൽ ആളെ അടിച്ചു കൊണ്ടിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. മീറ്റിംഗ് കഴിഞ്ഞാൽ നല്ല സുഖസമൃദ്ധമായ ചാപ്പാടാണ്, ഉഗ്രം ചാപ്പാടാണ്, ബിരിയാണി. അവിടെ വരുന്ന കോടീശ്വരന്മാരായ ബിസിനസ്സുകാർ സ്പോൺസർ ചെയ്യുക ഓരോരുത്തരും. അതിന് മത്സരമാണ്. അവർ 1000-2000 പേരുള്ളവർക്ക് ബിരിയാണി കൊടുക്കാൻ അവർക്ക് മത്സരമാണ്. അതുപോലെ സാമ്പത്തികമുണ്ട്, വളഞ്ഞ വടിയിലൂടെ കോരിക്കൂട്ടുകയാണ്. അപ്പോൾ അതൊക്കെ ഭക്ഷിക്കാനായിട്ട് വിശ്വാസികൾക്ക് സന്തോഷം. 3 മണിക്കൂർ അവിടെ ചെന്നിരുന്നാൽ പാസ്റ്റർമാരുടെ സർക്കസ്, കൂടാരത്തിലെ സർക്കസൊക്കെ കണ്ട് നല്ല ചാപ്പാട് പഠിച്ച് ഇഞ്ഞ് പോരാ, നടക്കണ്ട, വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിട്ടുതരും. പ്രിയമുള്ളവരെ, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സത്യം പറയുകൊണ്ട് ശത്രുവായി പോയോ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് വരുന്നു. നിനവയിലേക്ക് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു വിട്ട യോന, ആ ആലോചന പറഞ്ഞില്ലെങ്കിൽ നിനവേക്കാർ രക്ഷപ്പെടുമോ? ചോദ്യം. രക്ഷപ്പെടുമോ? ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും ഞാൻ കൊല്ലാൻ പോവാ, തട്ടിക്കളയും, എല്ലാത്തിനും ഞാൻ മുട്ടിച്ച് നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിരിക്കുക. എന്താ പോംവഴി? ഒരുത്തൻ്റെ ഉള്ളിൽ ദൈവം ആലോചന കൊടുത്തിട്ടുണ്ട്. ആ ആലോചന നിലവക്കാരോട് പറഞ്ഞാലേ നിലവക്കാരത് ഏറ്റെടുത്ത് ഉപവസിച്ചാലേ വിടുതലുള്ളൂ. അപ്പോൾ ആ സന്ദേശം കേൾക്കാതെ അവർക്ക് രക്ഷയുണ്ടോ? അതുപോലെ ഈ പ്രമാണം നമ്മൾ കേൾക്കാതെ നമുക്ക് രക്ഷയില്ല. എത്ര വലിയ ആത്മീയരാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ വേദ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാലും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിക്കാതെ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ശക്തമായി പ്രസംഗിക്കപ്പെടുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ അറിയാതെ നീണ്ട 10-30 വർഷങ്ങൾ പോയെന്നുള്ളത് വലിയ ദുരന്തമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനം നമ്മൾ തുടർച്ചയായിട്ടൊന്ന് പഠിക്കാൻ പോയി. ഈ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 1-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു. സൗരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ഗോളത്തിലെ ഏറ്റവും വലിയൊരു പാപമാണ് മുഖപക്ഷം. മുഖപക്ഷം. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മളൊന്ന് പൊതിഞ്ഞു പറയുകയും, സ്തോത്രം, നമ്മൾ എതിർക്കുന്നവരെ, നമ്മുടെ ആശയത്തോട് എതിർക്കുന്നവരെ നമ്മൾ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നു. മുഖപക്ഷം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് ഒരു വാക്യമുണ്ട്, ഞാനത് എടുത്തു തരാം. 22:16, മർക്കോസ് 12:14. ഈ 2 വാക്യങ്ങളൊന്ന് വായിച്ചു. മത്തായി 22:16, മർക്കോസ് 12:14. മർക്കോസ് 12. അയച്ചു. ഗുരു, നീ സത്യവാനും
ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യന്റെ മുഖം നോക്കാത്തവൻ, മുഖപക്ഷം കാണിക്കാത്തവൻ. അടുത്ത്, ആകയാൽ ആരെയും ശങ്കയില്ല എന്ന് നിങ്ങൾ അറിയാം. ഇനി ഇത് മത്തായിയല്ലേ വായിച്ചേ? ഇനി മർക്കോസ് വായിച്ചേ. മർക്കോസ് 12:14 വായിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. മർക്കോസ് 12:14. നീ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. നീ സത്യവാൻ, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, ആരെയും ഗണ്യമാക്കാത്തവൻ, നീ മുഖപക്ഷമില്ലാത്തവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാ. മനസ്സിലായിക്കോ? സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് എല്ലാവരെയും സൂചിപ്പിക്കുക എന്നുള്ളതല്ല, എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല. സത്യവാനാണ്, നേരുള്ളവനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്. അത് തന്നെ പൗലോസും പറയുന്നു. സത്യം പറയുകൊണ്ട് ശത്രുവായി പോയോ? സത്യം പറയുക. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹമുള്ള ശുശ്രൂഷകന്മാരെല്ലാം സത്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കും. അല്ലാത്തവരൊക്കെ വളച്ചു കെട്ടിയൊക്കെ പഠിപ്പിച്ച് അവരുടെ ഗീശ ഉറപ്പിക്കാനും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുവാനും അവർക്ക് കസേര കിട്ടാനും അവരുടെ ഭൗതിക കാര്യങ്ങൾ നേടാനായിട്ടൊക്കെ അവർ പലതും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ വിഷയം പറയുമ്പോൾ വേറൊരു വിഷയം എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇന്ന് ലോകം മുഴുവൻ ക്യാമറ വച്ചിരിക്കുക. മാടക്കടയിലും പിന്നെ നിയമസഭയിലും എന്നു വേണ്ട ലോകം മുഴുവൻ ഫാക്ടറികളിൽ, കമ്പനികളിൽ, കടകളിൽ, ഹോട്ടലുകളിൽ എല്ലായിടത്തും ക്യാമറ വച്ചിരിക്കുക. ഈ ക്യാമറ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഹോവിടെ കണ്ട് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആദാമും ഹവ്വയും, ആദാം പഴം പറിച്ച് തിന്നപ്പോൾ കർത്താവ് കണ്ടു. ഞാൻ തിന്നലെന്ന് പറഞ്ഞത് നീ തിന്നോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടല്ലേ? അപ്പോൾ ഈ ക്യാമറ എല്ലായിടത്തും ഉണ്ട്. ഇന്ന് നമ്മൾ ഇത് രൂപപ്പെടുത്തിയെടുത്തിയ ക്യാമറകൾ, മനുഷ്യൻ്റെ കൈപ്പണിയായ ക്യാമറകൾ ഇവിടെ വെച്ച് പല കാര്യങ്ങൾ സൂര്യട്ടൊക്കെ പിടിച്ചെടുക്കുന്നു. പോലീസുകാർ തല്ലി ചതച്ചത് മുഴുവൻ ക്യാമറയിലൂടെ പിടിച്ചെടുത്ത് ഇപ്പോൾ പോലീസിനെതിരെ കേസ് കൊടുത്ത് അനേക തൊപ്പികൾ തെറിക്കാൻ പോവുക. തെറിക്കണമെന്ന് തന്നെ എൻ്റെയും വാദം. അങ്ങനെ ഉള്ള ഒറ്റ ഒരുത്തനും സർവീസിലിരിക്കാൻ പാടില്ല. അന്യായമായ ജനത്തെ പീഡിപ്പിക്കുന്ന ഒരു പോലീസുകാരനും ഒരു സ്റ്റേഷനിലും ഇരിക്കാൻ ജനം ഇനി സമ്മതിക്കത്തില്ല. ജനം ഇളകിക്കഴിഞ്ഞു. മനമര്യാദയോടുകൂടി ജോലി ചെയ്തില്ലെങ്കിൽ ജോലി തിരക്കി വീട്ടിൽ പോയിരുന്ന് ചൊറിയും കുത്തിയിരിക്കേണ്ടി വരും. പോട്ടെ, വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ സ്തോത്രം, പൗലൂസിൻ്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ സുവിശേഷകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവർ സത്യം തുറന്നു പറയുന്നവരാണ്. സത്യം മൂടി വയ്ക്കത്തില്ല. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്, അപ്പോസ്തലന്മാരുടെ സ്വഭാവമാണ്. സത്യം തുറന്നു പറഞ്ഞാലേ ജനം നന്നാകത്തുള്ളൂ. സത്യം പൊതിഞ്ഞു വെച്ചാൽ പാസ്റ്റർമാരുടെ പോക്കറ്റിൽ കാശ് ഇഷ്ടം പോലെ വരും, പക്ഷെ ആള് നരകത്തിൽ പോവും അവസാനം. അതവിടുത്തെ വിഷയം. സത്യം ഉള്ളതുപോലെ തുറന്നു പറയുക, അവരെ തെറ്റിൽ നിന്ന് അവർ അടർത്തിയെടുക്കുക. പാപത്തെ മറച്ചു വെക്കരുത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അതാണ് ഇന്ന് പലരും തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. എന്നാലല്ലേ നമുക്ക് നേരെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വചനത്തിലൂടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടാലല്ലേ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അത് പൊതിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നത്? പൊതിയുന്നവൻ്റെ ഗീശ വീർക്കും, ഈ ദൂത് കേൾക്കുന്നവൻ നശിച്ചും പോവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, മുഖപക്ഷം നമ്മൾ കാണിക്കാൻ പാടില്ല. യാക്കോബിൻ്റെ ലേഖനത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് മുഖപക്ഷം. മുഖപക്ഷം പാപമാണെന്ന് യാക്കോബ് നന്നായിട്ട് പഠിപ്പിക്കും. 3 കാര്യങ്ങൾ പാപമെന്ന് പറയുന്നു. മോഹം,
യാക്കോബിന്റെ ലേഖനം 1:15 പാപം എന്ന് പറയുന്നു. മുഖപക്ഷം 2:9 പാപം എന്ന് പറയുന്നു. പിന്നെ നന്മ ചെയ്യുവാൻ കഴിവുള്ളപ്പോൾ അത് പ്രാപ്തന്മാരായി ചെയ്യാതിരിക്കരുത്, അതും പാപം 4:17. അതുകൊണ്ട് മുഖപക്ഷം കാണിക്കാൻ പാടില്ല. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് 2:9. 2:9. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മതി 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 മതി. നിങ്ങൾ എങ്ങനെക്കാരെന്ന് ന്യായപ്രമാണം പറയുന്നു. ഇവിടെ സ്വന്തക്കാരും ബന്ധുക്കാരും എന്ത് കാണിച്ചാലും ഒന്നും മിണ്ടത്തില്ല. പലരും വല്ലതും കാണിച്ചാലും ചീത്ത പറയുക, വഴക്ക് പറയുക. മുഖപക്ഷം പാപമാണ്. ഈ മുഖപക്ഷം എന്നുള്ള വിഷയം കർത്താവിനില്ലായിരുന്നു, അപ്പോസ്തലന്മാർക്കില്ലായിരുന്നു, വിശുദ്ധ പ്രവാചകന്മാരെ പഴയ നിയമത്തിലെടുത്ത് പഠിക്കുമ്പോൾ അവർക്കും ഇല്ലായിരുന്നു. അവരൊക്കെ ഇതിനെ തെറ്റായിട്ട് തന്നെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഇതെങ്ങനെ ഇത് പാപമല്ലാതെയായി മാറി? ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും ഇന്നത്തെ വിശ്വാസികൾക്കും ഇന്നത്തെ പാസ്റ്റർമാർക്കും ഇന്നത്തെ ലോകമനുഷ്യനൊക്കെ ഈ മുഖപക്ഷം പാപമല്ലാതായി മാറിയത് എപ്പോഴാണ്? ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ, പ്രമാണത്തിൽ നിന്ന് തെന്നിപ്പോയപ്പോൾ, ഉപദേശത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ മുഖപക്ഷം കാണിക്കാൻ തുടങ്ങി. ഇനി ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകും. ഒത്തിരി വിഷയങ്ങളിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരം വിട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുമുഖേന ഇരുന്നാലും എന്തും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ന്യായപ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചർച്ചിൽ വരുന്ന കാശുള്ളവരെയും വലിയ ജോലിയുള്ളവരെയൊക്കെ എന്ത് ചെയ്യുക? കാശുള്ള അച്ഛന്മാരെല്ലാം കസറിലോട്ട് കയറിയിരിക്കും. ഓട്ടോറിക്ഷക്കാരനും പിന്നെ കമ്പനി ജോലി ചെയ്യുന്നവനെല്ലാം തറയിലിരുന്നോ എന്നുള്ള നിലവാരമല്ലേ, പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. ജാതി കുറഞ്ഞവനെ ജാതി വെറിയനാണെന്ന് ബഹുമാനപ്പെട്ട 2 റവറന്റുമാർ പാസ്റ്റർമാരിരുന്ന് പറഞ്ഞപ്പോൾ ലോകം ലജ്ജിച്ചു പോയി. കാരണം വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലും ഈ ഗുണം പിടിക്കാത്ത ലീഡേഴ്സിൻ്റെ ഈ നീചമായ സ്വഭാവം അവർ കണ്ട് അവർ പുച്ഛിക്കാനും ചിരിക്കാനിടയായി. ഒരു പെങ്കൊച്ച് ചാനലിൽ പറഞ്ഞതാ, IPCയിലെ 2 സീനിയർ പാസ്റ്റർമാർ ജാതി വരി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുമെന്നും പറഞ്ഞെടുത്തിട്ടു. അവർ ഈ മഹാന്മാരൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളും അവിവേകങ്ങളും പോഷത്വങ്ങളും അറിവില്ലായ്മകളും മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്ത കാര്യങ്ങളിൽ വിളിച്ചു പറയുമ്പോൾ ഇത് ലോകം മുഴുവൻ കേൾക്കുന്നെങ്കിൽ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഇവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മുഖപക്ഷം പാപം. മോടിയുള്ള വസ്ത്രം ധരിച്ചവന് സ്ഥാനം, അല്ലാത്തവന് പുറകിൽ. ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇത്തിരി കാശുള്ള വീട്ടിൽ അച്ഛന്മാർ വരുമ്പോൾ പ്രത്യേക സീറ്റ് കൊടുക്കും. ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ പാസ്റ്റേഴ്സ് എന്നും പറഞ്ഞൊരു ബോർഡാണ് എഴുതിയിട്ടുണ്ട്. അവിടെ പാസ്റ്റേഴ്സിന് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നതുപോലെ കാശുള്ളവർക്കൊക്കെ ചർച്ചിൽ വേറെ സ്ഥാനമാനങ്ങളുണ്ട്, അല്ലാത്തവർക്ക് സ്ഥാനമാനങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ തരം തിരിച്ച് കാണിക്കുക. ഇത് പാപമാണെന്നാണ് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം പേടിച്ച് വിറച്ച ഒരു നവോത്ഥാന പുത്രനുണ്ട്. ആരാന്നറിയാമോ? മാർട്ടിൻ ലൂതർ. ലോകത്തിൻ്റെ നവോത്ഥാനത്തിന് കൊടിപിടിച്ച ഒരു മനുഷ്യനാണ്, പച്ചക്കൊടി കാണിച്ച ഒരു മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ. പക്ഷേ യാക്കോബിൻ്റെ ലേഖനം ഭയന്ന് വിറച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം റോമർ 5:1 വിശ്വാസത്താലുള്ള നീതീകരണം മാർട്ടിൻ ലൂതർ ഉയർത്തിപ്പിടിച്ചപ്പോൾ വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോടുകൂടി പ്രവൃത്തിയും വേണമെന്ന് ശക്തിയോടെ എടുത്തു പറഞ്ഞ ഒരു ലീഡറാണ് കർത്താവിൻ്റെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ യാക്കോബ്. ഇടയ്ക്കൊരു വേദപണ്ഡിതൻ പറയുന്നത് ഇങ്ങനെയാണ്: പത്രോസാണ് ഗുരുവെങ്കിലും ഒരു യഥാർത്ഥ ലീഡറായിട്ട് കണ്ടത് ആരെയാ? യാക്കോബിനെയാണെന്ന് പറയപ്പെടും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിവേ, പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ആദ്യത്തെ സുന്നഹദോസ് കൂടുമ്പോൾ അവിടുത്തെ പ്രധാന ക്യാരക്ടറിൽ 2 പേര്, ഒന്ന് പത്രോസും പിന്നെ ഒന്ന് യാക്കോബുമാണ്. പൗലോസ് രംഗത്ത് വന്നിട്ടില്ല ആ സമയത്ത്. പിന്നെ യാക്കോബിനെ കുറിച്ച് പറയുന്നത് ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്
യോഹന്നാൻ, കേഫ. ദൈവസഭയുടെ പില്ലർ, ദ ചർച്ച് ഓഫ് പില്ലർ, ചർച്ചിൻ്റെ തൂണാണ് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവർ പറയുന്ന ഉപദേശ സംഹിതയിലാണ് ദൈവസഭ നിൽക്കുന്നത്. അതിൽ പൗലൂസും ഉണ്ട്, സ്തോത്രം. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എല്ലാവരും ഉണ്ട്. എങ്കിലും പ്രധാനമായിട്ട് പൗലൂസ് എടുത്ത് പറയുക ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, യോഹന്നാൻ, കേഫ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരാണ് യാക്കോബും യൂദയും യോഹന്നാനും ഒക്കെ, പൗലൂസും എല്ലാവരും. അതിൽ വേറിട്ട സ്ഥാനം യാക്കോബിനുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്.